ഇപ്പോൾ ബലരാമപുരത്ത് 2.5 വയസ്സുകാരിയായ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ DSP മാധ്യമങ്ങളെ അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. സാർ ഇത് എന്തിനാണ് ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടോ? അല്ല, അതിപ്പം ഏകദേശം വ്യക്തമായിട്ടുള്ളതാണ്. അത് കുറച്ച് അന്വേഷണങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. അതിനുശേഷം അറിയിക്കാം. അമ്മയ്ക്ക് പങ്കില്ല എന്നുള്ളത് തന്നെയാണോ? അല്ല, അത് നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിന്റെ അന്വേഷണങ്ങൾ തുടരുകയാണ്. അമ്മ കസ്റ്റഡിയിൽ എത്താനായിരിക്കും. അല്ല, അത് ആവശ്യം ഒന്ന് കണ്ടാൽ മാത്രം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അന്വേഷണം നടത്തിയതിനു ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കും. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് കിണറ്റിലിട്ടു എന്നുള്ളതാണോ? തീർച്ചയായും. എപ്പോഴാണത് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത്? അത് ടൈം ഒരു രാവിലെ ഒരു 6 മണിയോടെ എന്ന് പറയാം. കൊച്ചു കിടന്നത് അമ്മയുടെ അടുത്താണോ സാറേ കിടന്നത്? അല്ല, അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് പിന്നീട് അറിയിക്കാം. അല്ല, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ. കോടതിയിൽ ഹാജരാക്കുമോ? ആരെയാ? മത്സരം ഹാജരാക്കും? ഇന്ന് ഹാജരാക്കത്തില്ല. ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തും. അടുത്ത കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം ഹാജരാക്കും. അല്ല, അത് തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വമല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യുക. വ്യക്തിപരമായ വൈരാഗ്യമാണ് ഇതിന്റെ ഒരു കാരണം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നമ്മൾ അറിയിക്കാം. പ്രാഥമികമായിട്ട് പറയാൻ പറ്റുന്ന വിവരം എന്താ? അല്ല, ഇത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ വ്യക്തമായി അടുത്ത ദിവസങ്ങളിൽ അന്വേഷണം. അച്ഛനും മുത്തശ്ശിക്കും ഇത് യാതൊരു പങ്കുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ അന്വേഷണം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വെളിവാകുന്നതനുസരിച്ച് ബാക്കി നടപടികൾ സ്വീകരിക്കും. അവരെ ഇപ്പോൾ പൂർണ്ണമായി വിട്ടയച്ചു. അല്ല, ഇപ്പോൾ വിട്ടയച്ചു എന്ന് തന്നെ പറയാം. അല്ല, അത് ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത്. ബാക്കി അന്വേഷണങ്ങൾക്ക് ശേഷം ചെയ്യും. അതെ, ശരി, താങ്ക് യു. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വിശദമാക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അമ്മയെ തൽക്കാലം വിട്ടയച്ചിരിക്കുന്നു. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. അമ്മാവൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാവിലെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് വിശദാംശങ്ങളൊക്കെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് പങ്കുവയ്ക്കാവുന്ന കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് DSP വ്യക്തമാക്കുന്നത്. അല്പം മുൻപാണ് ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞത്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് നിമിഷങ്ങളായിരുന്നു നമ്മൾ കണ്ടുപോയത്. ഗൂഗിൾ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗൂഗിൾ DSPയുടെ പ്രതികരണം കേട്ട് സ്വാഭാവികമാണ്. അന്വേഷണം നടക്കുന്ന വേളയിലാണ്. കൃത്യമായി കുറച്ച് കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ കഴിയൂ. ഗൂഗിൾ, ഇപ്പോൾ വീട്ടിലെ സ്ഥിതി എന്താണ്? അമ്മ തിരിച്ചവിടെ എത്തിയോ? അമ്മയ്ക്ക് ഒരുപക്ഷെ അവസാനമായി കാണാൻ കഴിയാത്തൊരവസ്ഥയിലായി പോയി സംസ്കാര ചടങ്ങും, അല്ലേ? പങ്ക് ഇപ്പോൾ ഇതുവരെയും അതിനോട് തെളിവ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ബാലരാമപുരത്ത് അമ്മാവൻ്റെ ക്രൂരതയിൽ ജീവൻ നഷ്ടമായ 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിൻ്റെ മൃതദേഹം ഏകദേശം അരമണിക്കൂർ മുൻപാണ് സംസ്കരിച്ചത്. അച്ഛനെയും അമ്മയും നേരത്തെ വിട്ടയച്ചിരുന്നു. പിന്നീടാണ് കുഞ്ഞിൻ്റെ അമ്മയെ ഇപ്പോൾ വിട്ടയക്കാനുള്ള ഒരു തീരുമാനം വന്നത്. പക്ഷേ കുഞ്ഞിൻ്റെ അമ്മ എത്തുന്നതിന് മുൻപ് തന്നെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ, ഈ കുഞ്ഞിൻ്റെ അമ്മ അവിടെ എത്തിയോ? അവർക്ക് അവസാനമായി കാണാൻ ഒരു സാഹചര്യം ഉണ്ടായില്ല. കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങ് അതിനു മുൻപ് കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ അവിടുന്ന് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? ദിവിഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരം പോലീസ് സ്റ്റേഷന് മുൻപിലാണ്. ഇവിടെയാണ് അമ്മയും സഹോദരനും ഉള്ളത്. ഇതുവരെ അമ്മയെ വിട്ടയച്ചിട്ടില്ല. അമ്മയും സഹോദരനും ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. 7 മണിയോടുകൂടി തന്നെയാണ് ഈ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ആ സമയം വരെ അമ്മയും ഇവിടെ ഉണ്ടാകും. ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായി. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഹരികുമാർ കുറ്റം സമ്മതിച്ചു. പക്ഷേ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും പോലീസിന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യിക്കും എന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ 3 പേരെയും വിട്ടിട്ടുള്ളത്. അമ്മയെയും അച്ഛനെയും അതേപോലെ തന്നെ മുത്തശ്ശിയെയും വിട്ടിട്ടുള്ളത്. അത് കൂടുതൽ വ്യക്തത പറയേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് ഹരികുമാർ ചെയ്ത കൃത്യമായി പോലീസ് ഇതിനെ ഇപ്പോഴും കണക്ക് കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോലീസ് മുൻപോട്ട് നീങ്ങുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ഹരികുമാറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തുക. 7 മണിയോടുകൂടിയായിരിക്കും ഈ അറസ്റ്റ് രേഖപ്പെടുത്തുക. ഇത് കൂടാതെ ചില വിവരങ്ങൾ, ഇതിന്റെ മോട്ടീവ് തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടെ പോലീസ് പറയുന്നുണ്ട്. അത് ഹരികുമാറിന്റെ ചില താല്പര്യങ്ങൾ നടക്കാതെ വന്നതോടുകൂടിയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് തുടങ്ങിയ നിർണായക വിവരമാണ്. ഇതിൽ വാട്സാപ്പ് ചാറ്റുകൾ ഇതിന് തെളിവായി. അതായത് ഈ ശ്രീധർ
ശ്രീധുവുമായിട്ട് ഹരികുമാറിനുണ്ടായ ചില വാട്സാപ്പ് ചാറ്റുകൾ ഇതിന് വ്യക്തമായ തെളിവുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് അമ്മയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അമ്മയുടെ പങ്ക് പരിശോധിക്കുമെന്നാണ് ഇപ്പോഴും SP പറഞ്ഞത്. ആവശ്യമെങ്കിൽ കുടുംബാംഗങ്ങളെ എല്ലാം വിളിച്ചു വരുത്തി വീണ്ടും അന്വേഷണം മുൻപോട്ട് പോവുകയും ചെയ്യും. എന്തായാലും ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞത് ഹരികുമാർ തന്നെയാണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് പോലീസ് അരക്കിട്ട് ഉറപ്പിക്കുന്നുണ്ട്. അത് ആദ്യം മുതലേ അമ്മ അല്ലെങ്കിൽ സഹോദരൻ, അതായത് ഹരികുമാർ എന്നുള്ള തരത്തിൽ തന്നെയാണ് പോലീസ് ഉണ്ടായിരുന്നത്. അതിനാണ് ഒരു വ്യക്തത ഉണ്ടായിട്ടുള്ളത്. അതിന്റെ മോട്ടീവും ഇപ്പോൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഹരികുമാറിന്റെ ചില വ്യക്തി താല്പര്യങ്ങൾ, ആവശ്യങ്ങൾ, കുട്ടി അതിന് വലിയൊരു തടസ്സമായി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ആറ്റിങ്ങൽ നെയ്യാറ്റിൻകര DYSP അടക്കമുള്ളവർ പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകളും ഇവർ തമ്മിൽ നടത്തിയതിന്റെ തെളിവുകളും പോലീസ് പരിശോധിച്ച് വരികയാണ്. പല ചാറ്റുകളും ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ ഗുരുതര കുറ്റം തന്നെയാണ്. അമ്മയ്ക്കും ഇതിൽ ഭാഗവാക്കാകാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ ബന്ധമുണ്ട് എന്ന തരത്തിൽ പറയേണ്ടതായിട്ട് വരും. അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിൽ ഈ കൊലയിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. എന്തായാലും ഈ പോലീസ് ഒരു ദിവസം എടുത്തില്ല. അതിനു മുൻപ് തന്നെ ഈ കേസ് ഏറെക്കുറെ ചുരുളഴിയുകയാണ്. അതിൽ സഹോദരൻ, അതായത് യുവതിയുടെ സഹോദരൻ തന്നെയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും 7 മണിയോടുകൂടി തന്നെയാണ് ഈ അറസ്റ്റ് നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാകും ബാക്കി മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് കൊണ്ടുപോകുന്നത്.